അമേരിക്കയും ഇറാനും തമ്മിൽ അടിക്കടി ഉണ്ടാകുന്ന ഈ ഏറ്റുമുട്ടൽ ഇപ്പോൾ പുതിയൊരു ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. സ്വന്തം രാജ്യത്തിന്റെയും എണ്ണക്കപ്പലുകളുടെയും സുരക്ഷ മുൻനിർത്തി സൗദി അറേബ്യയും പ്രതിരോധ നടപടികൾ ശക്തമാക്കിയതോടെ മേഖലയിലെ സാഹചര്യം കൂടുതൽ സങ്കീർണമായി. തക്കം നോക്കി പരസ്പരം ആക്രമിക്കുന്ന പണി ഇരു കൂട്ടരും തുടരുമ്പോഴും ഈ യുദ്ധം അവസാനിപ്പിക്കാനുള്ള നയതന്ത്ര ചർച്ചകളെല്ലാം വഴിമുട്ടി നിൽക്കുകയാണ്. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി ചെറിയൊരു ശാന്തത ഉണ്ടായിരുന്നുവെങ്കിലും കഴിഞ്ഞ 24 മണിക്കൂറിൽ വീണ്ടും കടുത്ത ആക്രമണങ്ങളാണ് നടന്നത്. US ബേസിന് നേരെ ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണങ്ങൾക്ക് മറുപടിയായി അമേരിക്ക തിരിച്ച് ശക്തമായി പ്രഹരിച്ചു. ഇതിനിടയിൽ ചെങ്കടലിൽ സൗദി കപ്പലുകൾക്ക് നേരെ ഉയർന്ന ഭീഷണികൾക്ക് മറുപടിയായി സൗദി അറേബ്യയും US-നൊപ്പം ചേർന്ന് ഇറാഖിലെ മിലീഷ്യ കേന്ദ്രങ്ങൾക്ക് നേരെ പ്രതിരോധാക്രമണം നടത്തി. എന്നാൽ നയതന്ത്ര ചർച്ചകളുടെ കാര്യത്തിൽ വലിയ ആശയക്കുഴപ്പമാണ് നിലനിൽക്കുന്നത്. ഇറാൻ ചർച്ചയ്ക്ക് വരാൻ തയ്യാറാണെന്ന് അമേരിക്കൻ കേന്ദ്രങ്ങൾ അവകാശപ്പെടുമ്പോൾ തങ്ങൾ അങ്ങനെ യാതൊരു അപേക്ഷയും നൽകിയിട്ടില്ലെന്നാണ് ഇറാന്റെ നിലപാട്. മുൻപുണ്ടാക്കിയ താൽക്കാലിക വെടിനിർത്തൽ കരാർ പൊളിഞ്ഞതോടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള അവിശ്വാസം ആഴത്തിലുള്ളതായി മാറി. റിയാദ് ഇപ്പോഴും നയതന്ത്ര ചർച്ചകളിലൂടെയുള്ള സമാധാന ശ്രമങ്ങളെയാണ് പിന്തുണയ്ക്കുന്നതെന്ന് വ്യക്തമാക്കുമ്പോഴും അമേരിക്കയും ഇറാനും തമ്മിൽ കൃത്യമായൊരു പ്ലാനോ തന്ത്രമോ ഇല്ലാതെ മുന്നോട്ട് പോകുന്നത് മേഖലയിൽ വലിയ ആശങ്കയാണ് ഉണ്ടാക്കുന്നത്.